കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ 400 വർഷത്തെ നിശബ്ദതയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോഴത്തേക്കും നീണ്ടൊരു 400 വർഷത്തെ നിശബ്ദതയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കും. ഈ നിശബ്ദത എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം സംസാരിച്ചില്ല എന്നുള്ളതാണ്. ദൈവം സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രവാചകന്മാർ ആരും വന്നില്ല. മലാഖി എന്ന പ്രവാചകന് ശേഷം ഒരു പ്രവാചകന് പിന്നെ 400 വർഷത്തേക്ക് പ്രത്യക്ഷപ്പെട്ടില്ല. അതുകൊണ്ടാണ് ദ 400 ഇയേഴ്സ് ഓഫ് ഗ്രേറ്റ് സൈലൻസ് എന്ന ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കുന്നത്. ആ നിശബ്ദതയെ കീറുമുറിച്ചുകൊണ്ട് ഒരു പുതിയ പ്രവാചക ശബ്ദം ഉയരുന്നതായിട്ട് നമ്മൾ പുതിയ നിയമത്തിൽ സാക്ഷ്യം വഹിക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം സ്നാപയോഹന്നാനെ കുറിച്ചാണ്. സ്നാപയോഹന്നാൻ എന്ന പുതിയ പ്രവാചകൻ ഈ നീണ്ട 400 വർഷത്തെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ദൈവം സംസാരിക്കാൻ തുടങ്ങിയതിന് സാക്ഷ്യം വഹിക്കുന്ന ഒരാളാണ്. സ്നാപയോഹന്നാൻ വളരെ വളരെ പെക്യുലറായിട്ടുള്ള, വളരെ വൈചിത്ര്യമുള്ള സ്വഭാവമുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഈ പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. സ്നാപയോഹന്നാനെ കുറിച്ച് ക്രിസ്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ക്രിസ്തു ചോദിക്കുന്നു, നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? കാറ്റത്താടുന്ന ഞാങ്കണയോ അതോ മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവരെയോ? മൃദുല വസ്ത്രങ്ങൾ ധരിച്ചവർ രാജകൊട്ടാരത്തിലല്ലേ ഉള്ളത്, അതോ ഒരു പ്രവാചകനെയോ? അതെ, ഞാൻ പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവനാണവൻ. സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന്. ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രകരണങ്ങൾ, ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ യോഹന്നാനെക്കുറിച്ച് ക്രിസ്തു നൽകുന്നത്. അവൻ കാറ്റത്താടുന്ന ഞാങ്കടയല്ലായിരുന്നു. അവൻ മൃദുല വസ്ത്രങ്ങളും ധരിച്ചവനല്ലായിരുന്നു. അവൻ പ്രവാചകനേക്കാൾ വലിയവനാണ്. എന്നിട്ട് വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ലെന്ന്. നമുക്കതിനെ ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടി ക്രിസ്തുവിനെ കൂടെ അതിൽ ഉൾപ്പെടുത്താം. സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യരിൽ ക്രിസ്തു എല്ലാ മനുഷ്യരും ഉൾപ്പെടുത്താം. ആ അർത്ഥത്തിൽ യോഹന്നാൻ ക്രിസ്തുവിനേക്കാൾ വലിയവനാകും. സ്ത്രീയിൽ നിന്ന് ജനിച്ചവരുടെ ഒരു കടത്തിപ്പടി. പക്ഷെ എന്നിട്ട് ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവരാരുമില്ലെന്ന് പറഞ്ഞിട്ട് ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണ്. വളരെ ഡ്രമാറ്റിക് ആയിട്ടൊരു സെയിങ്ങാണ്. ഒരാളെ അതിൻ്റെ പരമാവധി അർത്ഥത്തിൽ പൊക്കിയെടുത്തിട്ട് അതിൻ്റെ മേലെ വേറൊരു കാര്യത്തെ സ്ഥാപിച്ചെടുക്കുന്ന രീതിയാണത്. സ്ത്രീയും ധരിച്ചവരിൽ ഏറ്റവും മഹാൻ, ഏറ്റവും വലിയവൻ യോഹന്നാനാണെന്ന് പറഞ്ഞിട്ട് പറയുന്നു, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണ്. ഇതിൻ്റെ അർത്ഥം യോഹന്നാൻ ദൈവരാജ്യത്തിൽ പെടുന്നില്ല എന്നുള്ളതാണ്. യോഹന്നാൻ വീണ്ടും പെടുന്നത് പഴയ നിയമത്തിൻ്റെ ഒരു ശ്രേണിയിലാണ്, പ്രവാചക ശ്രേണിയിലാണ്. യോഹന്നാൻ്റെ കർത്തവ്യം അവൻ്റെ ദൂത് പോകുക എന്നുള്ളതാണ്. അവൻ്റെ മുമ്പേ പോകുന്ന ഒരു സന്ദേശവാഹകനാകുക എന്നുള്ളത് മാത്രമായിരുന്നു. യോഹന്നാൻ അത് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. ഞാൻ നിങ്ങളെ ജലത്താൽ സ്നാനപ്പെടുത്തുന്നു, അവൻ നിങ്ങളെ ആത്മാവിനാൽ സ്നാനപ്പെടുത്തുമെന്ന് പറയും. അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്ന ഒരു പ്രവാചകനാണ്. പക്ഷെ ക്രിസ്തു യോഹന്നാന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അർത്ഥതലങ്ങൾ സമ്മാനിക്കുന്നുമുണ്ട്. പക്ഷേ യോഹന്നാൻ ക്രിസ്തുവിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ അംഗമാകുന്നില്ല. യോഹന്നാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നുമില്ല. പകരം യോഹന്നാൻ്റെ ശിഷ്യന്മാർ വന്ന് ക്രിസ്തുവിനെ അനുഗമിക്കും. യോഹന്നാൻ്റെ തൻ്റെ കർത്തവ്യം, പഴയ നിയമത്തിൻ്റെ തുടർച്ചയായ പ്രവാചകൻ്റെ കർത്തവ്യം നിർവഹിച്ചു കേട്ടിട്ട് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിച്ചിട്ട് യോഹന്നാൻ കടന്നു പോകുന്നു. ദൈവരാജ്യം സംഭവിക്കുന്നത് ക്രിസ്തുവിൽ നിന്നാണ്. ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുന്ന യോഹന്നാൻ നൽകുന്ന ജർത്താനുള്ള സ്നാനമല്ല, ആത്മാവിലുള്ള സ്നാനം സ്വീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ് ദൈവരാജ്യത്തിലെ അംഗത്വം എന്നുള്ളത്. ഇവിടെ ജനിക്കുന്നത് സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യരല്ല ഉള്ളത്, ആത്മാവിൽ നിന്ന് ജനിച്ച മനുഷ്യരാണുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ മറ്റ് മനുഷ്യരിൽ നിന്നും വ്യതിരക്തമാക്കുന്ന കാര്യം ഈ ആത്മാവിൽ നിന്നൊരു ജന്മമാണ്. ഇതുകൊണ്ടാണ് നിക്കോദെമോസിനോട് ക്രിസ്തു പറയുന്നുണ്ട്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാനാവുകയില്ലെന്ന്. നിക്കോദെമോസ് അതിൻ്റെ ലിറ്ററൽ സെൻസിലെടുത്തിട്ട് ചോദിക്കും, എങ്ങനെയാണ് ഒരു മനുഷ്യന് വീണ്ടും തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് പോകാനും തിരിച്ചു വരാനും സാധിക്കും? അപ്പോൾ ക്രിസ്തു പറയുന്നു, നീ ഉദ്ദേശിക്കുന്ന ജന്മത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നതാണ് വീണ്ടും ജന്മം കൊള്ളുന്നതെന്ന് പറയുന്നത്. ഇതാണ് ഈ വീണ്ടും ജന്മം കൊണ്ട മനുഷ്യരുടെ രാജ്യമാണ് ഈ ദൈവരാജ്യം. അതാണ് ക്രിസ്തു പറയുന്നത്. ഈ ദൈവരാജ്യത്തിലംഗം, ഈ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയ മനുഷ്യൻ, സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും ഉന്നതനായ സ്നാപയോഹന്നാനേക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു അർത്ഥതലം നമുക്ക് സമ്മാനിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴയ നിയമത്തിലെ
നമ്മൾ ഈ നിശബ്ദതയ്ക്ക് മുമ്പുണ്ടായിരുന്ന അതിഘോരമായ ശബ്ദങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും. പഴയ നിയമം മുഴുവനും ദൈവത്താൽ നിറഞ്ഞ പുസ്തകമാണ്. ദൈവം നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. എന്താണ് ദൈവത്തിൻ്റെ സംസാരത്തിൻ്റെ സ്വഭാവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തതായി ദൈവം നിയമം സംസാരിക്കുന്നു. നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നു. അത് പല പ്രവാചകന്മാരിലൂടെ പറഞ്ഞു കൊടുക്കുന്നു. രണ്ടാമതായിട്ട് ദൈവം ഏറ്റവും കൂടുതലായിട്ട് സംസാരിക്കുന്നത് കമാൻഡാണ്. ദൈവം അവരുടെ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നു. നിങ്ങൾ കമാൻഡ്മെൻറ്റ് വളരെ ഈ നീതി പ്രഘോഷണങ്ങൾ നടത്തുകയാണ്. അതായത് ദണ്ഡന വിധികളുടെ ഒരു വലിയ പരമ്പര തന്നെ നമുക്ക് പഴയ നിയമത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഹി ജസ്റ്റിഫൈസ്. ദൈവം എല്ലാത്തിനും നീതീകരിക്കുന്നു. ജോബിൻ്റെ പുസ്തകമായാലും ഏത് പുസ്തകമായാലും ദൈവം നീതീകരിക്കുകയാണ്. ദൈവം ജസ്റ്റിഫൈ ചെയ്യുകയാണ്. ഏറ്റവും വലിയ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഞാൻ തന്നെ മുറിവേൽപ്പിക്കുകയും ഞാൻ തന്നെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന വളരെ നമ്മൾക്ക് പല വിധത്തിൽ ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ജസ്റ്റിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ വേറൊരു ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. എന്താണ് ഈ ദൈവത്തിൻ്റെ സ്വഭാവം? അവനൊരു ശിശുവാണെന്നുള്ളതാണ്. ആ പഴയ നിയമത്തിലെ പ്രതാപവനായ ദൈവത്തിന് പകരം നമ്മൾ പുതിയ നിയമത്തിൽ കണ്ടുമുട്ടുന്നത് ഒരു ശിശുവായ ദൈവത്തെയാണ്. ആ ദൈവം ഒരു വിധത്തിലുള്ള നിയമത്തെക്കുറിച്ചും സംസാരിക്കുന്നില്ല. ആ ദൈവം ഒരു വിധത്തിലുള്ള കൽപ്പനകളും ദണ്ഡനവിധികളും പുറപ്പെടുവിക്കുന്നില്ല. ആ ദൈവം ഒന്നിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല. പകരം അവൻ പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അവൻ തൻ്റെ നിസ്സഹായതയിൽ കിടന്നുകൊണ്ട് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ ദൈവം വളർന്നു വരുമ്പോഴത്തേക്കും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവൻ എല്ലാ നിയമങ്ങളെയും അട്ടിമറിക്കാൻ തുടങ്ങും. നിയമങ്ങളുടെ സ്ഥാനത്ത് സ്നേഹത്തെ സ്ഥാപിച്ചെടുക്കാൻ അവൻ ശ്രമിക്കും. രണ്ടാമതായ ഈ ദൈവം ഒരിക്കലും ഒരു വിധത്തിലുള്ള നിയമവും കൽപ്പനകളും പുറപ്പെടുവിക്കുകയില്ല. സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരേ ഒരു കാര്യത്തിലേക്ക് മനുഷ്യനെ കൂട്ടിക്കൊണ്ടു പോവുകയും ലോകത്തിൻ്റെ നിയമത്തിനും ലോകത്തിൻ്റെ വിധികൾക്കും അവൻ കീഴ്പ്പെടുകയും ചെയ്യും. ലോകം അതിൻ്റെ നീതി കൊണ്ട് അവൻ്റെ നിയമങ്ങൾ കൊണ്ട് ഇവനെ പ്രഹരിക്കുകയും ഇവനെ മരണത്തിന് വിധിക്കുകയും ചെയ്യും. ഈ ദൈവം ഒന്നിനെയും ജസ്റ്റിഫൈ ചെയ്യത്തില്ല. ഈ ദൈവം ശ്രമിക്കുന്നത് സ്നേഹത്തിലൂടെ എങ്ങനെ മനുഷ്യന് മുക്തി നേടാം എന്നതിനെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്തിക്കുന്നത്. കാരണം ഈ ദൈവം ഒരു ശിശുവായ ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ പേര് സ്നേഹം എന്ന് മാത്രമാണ്.